ഗൈസ്, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന വെച്ചാൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അതായത് നമ്മുടെ ഓവർ പ്ലേയേഴ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടാണ്, ഐ മീൻ 0 ആയിട്ടാണ് ഉള്ളത്. അതായത് കുറച്ച് മീഡിയം ഓവേഴ്സായി ആവാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കാണുന്നതുകൊണ്ട് വെച്ചാൽ പൊസിഷൻസിലാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഓട്ടോ ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ മെയിൻ പ്രശ്നം എനിക്കാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുക ഓരോ ഗോൾ ഞാൻ സ്കോർ ചെയ്യുമ്പോൾ, അതായത് ഓരോ ഗോൾ സ്കോർ ചെയ്യുമ്പോൾ അതായത് ഈ ടീം ഫുള്ളും സെറ്റുള്ളതല്ലേ. ഇപ്പോൾ ശരി കറക്റ്റ് പൊസിഷൻ ആണെങ്കിലോ 1-1-16 അതെ ഗൈസ്. It's 105. സോ അവർ ഗോൾ വെച്ചാൽ 116 റീച്ച് ചെയ്യണം. അതായത് ഞാൻ ഓട്ടോ ബിൽഡ് കാണിച്ചില്ലേ, എക്സാക്ട്ലി. അപ്പോൾ ഇതിലുള്ള ഓൾ പൊസിഷൻ നമുക്ക് ശരിയാക്കണം. എക്സാക്ട്ലി ഗൈസ്. സോ നമുക്ക് സ്റ്റാർട്ട് വിത്ത് സ്ട്രൈക്കറിനെ തുടങ്ങാം ഗൈസ്. സ്ട്രൈക്കർ വെച്ചാൽ ഈ റൂമിനെ നമുക്ക് ഇവനെ അടക്കാം 98 ഓവറാണ്, അല്ലെങ്കിൽ സെൻറ്റർ ബാക്കിന് ഓവറാകുമ്പോൾ 98 ആവും. എന്തെങ്കിലും കറക്റ്റ് ആക്കിയാണല്ല. ഇനി ഇവനെ ആക്കിയാലോ ഓവർ 115 ആവും. ഒരു മിനിറ്റ് 115. അപ്പോൾ നമ്മളെ ഓവർ നമ്മൾ കിട്ടൂലേ, ഞാൻ മറന്നുപോയി. എക്സ്ട്രാ 4 മാച്ചസ് 5. അതായത് ഇനി നമ്മുടെ ഫിനിഷിങ് ഗോൾ എന്താണെന്ന് അറിയാം, നമ്മുടെ ടീം സെറ്റാക്കണം. സോ ഫസ്റ്റ് തന്നെ വന്നേക്ക് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഒരു പ്ലെയറിനെ മേടിക്കണം, അതായത് ബെക്കം. അതിന് 2 മാച്ചസേ ഉള്ളൂ. അപ്പോൾ ഒരു മിനിമം നമ്മൾ 10 മാച്ചസ് ചെയ്യുമ്പോൾ 2 - 10 എത്രയും എല്ലാവർക്കും അറിയാം. അപ്പോൾ 8 ടോട്ടലി. സോ ഈ മാച്ചിൽ നമ്മൾ ഈ കാണുന്ന 2 മാച്ച് ജയിക്കണം. ഒന്ന് എന്നാൽ ബെക്കമിനെ കിട്ടും, അതായത് ആരം ബെക്കമിനെ കിട്ടും. എല്ലാവരും അതായത് ട്രേഡബിൾ ആണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. മെയിനായിട്ടാണ് ചിലപ്പോൾ 2-in-1 നമുക്ക് തുടങ്ങാം. A good free kicker either kicking the wall curl there around. Guys, ഈ കാണുന്ന പ്ലേ സ്റ്റൈൽ ഉണ്ട്, അതായത് ഇങ്ങനെ മറ്റേ ഫിനിഷ് ഷോട്ട് അടിക്കാനുള്ള പ്ലേ സ്റ്റൈലുണ്ട് അവർക്ക്. അപ്പോൾ ഇത് നിൽക്കുന്നുണ്ട് ഒരു പ്ലേ സ്റ്റൈലുമ്പോൾ. പക്ഷേ അത് എക്സാമ്പിൾ ആണെങ്കിലാണോ അതോ റിയലായിട്ടുണ്ടോ നിക്കിന് ഡേസ് അങ്ങനെയാണല്ലോ. നമുക്ക് ഇവന്മാരെ തോൽപ്പിക്കണം, മെയിനായിട്ടാണ് വന്നത്. സോ 1-2 കാണാൻ. സോ നമുക്ക് നോക്കാം. അയ്യോ 2 നമുക്ക് 3-2 ആക്കാം. അതിനാക്കാം, അതാണ് നല്ല വഴി. പെപ്പർ ഡോക്ടർ അപ്പോൾ ഒരു പ്ലെയറിനെ മാറ്റാൻ പറ്റും. അതായത് ഈ പ്ലെയർ ഏത് പൊസിഷനാണുള്ളത് നോക്കാം, സ്ട്രൈക്കർ. സോ ഇവനെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവനെ പോയിപ്പിക്കണ്ട. അടുത്ത ആളാണ്, അടുത്ത ആരാ ഗോൾ അടിച്ചതാണ് നോക്കാം. ചില സമയത്ത് എൻ്റെ 2-in-1 വെർഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ വെർഷൻ ഉണ്ടാവും. അതാണ് എനിക്ക് മെയിൻ പ്രശ്നം. ഇവൻ്റെ പൊസിഷൻ തിരിച്ചു ഓക്കെ. ഇങ്ങനെ അടുക്കുന്നു ബോക്സിൽ കറക്റ്റ്. അപ്പോൾ നമുക്കില്ല ഫിനിഷർ ഇവർക്ക് ഉണ്ടെന്ന് അർത്ഥം. അതായത് ഇങ്ങനത്തെ ഇപ്പം ഇങ്ങനത്തെ അപ്ഡേറ്റ് ആക്കി വിചാരിച്ചു നോക്ക്, പ്ലേ സ്റ്റൈലുണ്ട് എല്ലാ പ്ലേയേഴ്സ്. അത് സ്റ്റിൽ ചീപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കി.
നല്ല വാല്യൂ ഉണ്ടാവില്ലേ ഗൈസ്? ശരിക്കും അതിന് നല്ല വാല്യൂ ആയിക്കോളാം. അതാണ് എനിക്ക് മെയിൻ ബൂസ്റ്റിനായിട്ട്. കാരണം പ്ലേ സ്റ്റൈൽ ബൂസ്റ്റിനില്ലേ, പക്ഷേ റാങ്ക് അപ്സ് ഡിഫറെൻ്റ്. കാരണം 19 അങ്ങനത്തെയൊക്കെയാണ്. ഇപ്പം ജോണിയംസ് ഞാൻ ഒരു മേടിക്കാൻ നോക്കുവാണ്. ജോണിയംസ് പകരം അയ്യോ ജോഫിലിക്സ് ഫൈനലി ഒരു മൂന്നാളെ മാറ്റണം. അഞ്ചാളെ മാറ്റണം. Allah apa grabi Allah undo grab lemin naman Lakshmi amale Brazil. Assalamualaikum. Kapuchicha bisa tak tahu terasa tidak. ഫുൾ ടൈം ആയി ഗൈസ്. 5 പ്ലെയറിനെ മാറ്റം ചെയ്ത് ഗ്രേറ്റ് ഓപ്ഷനാണ്. സോ കാണാം ഏതൊക്കെയോ പ്ലേസ് നമുക്ക് മാറ്റാമെന്നാണ്. ആദ്യം ഇവനെ മേടിക്കട്ടെ. ഇത് 2-in-1 മേടിക്കട്ടെ. സിൽവർ സ്റ്റീൽ become fast. കോട്ടൊന്നുണ്ട് ബ്രോ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. എൻട്രിയുടെ ഉടായിപ്പ് കളിക്കാനുള്ള പറ്റിയ ആളാണ് ഇവന് ബെക്കം. നോക്കൂ ബെക്കമിനെ എങ്ങനെ വെക്കാൻ കഴിയില്ലോന്ന്. ഓന് വെക്കാൻ കഴിയില്ല പറഞ്ഞാൽ അത് നല്ല നൈസ്. എനിവേസ് നമുക്ക് ഫോർമേഷൻ മാറ്റിയിട്ട് നല്ല ഫോർമേഷൻ വേണം ബ്രോ. നല്ല ഫോർമേഷൻ ഗ്രേറ്റ് ഫോർമേഷൻ ബ്രോ. യെസ് പെർഫെക്റ്റ്. ഓൾറൈറ്റ്. ഓ നൈസ്. Yeah, that's perfect. ഇപ്പോൾ എല്ലാം ശരിയാണ്. ഓക്കെ അത് ഈ ഫോർമേഷൻ എടുക്കാടാ. ഇത് എടുക്കാം. നമുക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. അയ്യോ ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. അവിടെ എൻ്റെ ഇതാണല്ലോ ഇതെന്നായിരിക്കുന്നത്. അത് ഈ സ്വിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ആഡാക്കി ഓക്കെ. സോ നമുക്ക് ഒരു പ്ലെയറിന് സെയിം പൊസിഷൻ 5 1 2 3 4 5. അപ്പോൾ ഈ പൊസിഷൻസ് ബാക്കി. അയ്യോ ഇവന് കൂട്ടിക്കാൻ 5 ആവുക. ഇവന്മാരെ മാറ്റാം. ഇപ്പോൾ നമ്മൾ ശരിയായി. ഇപ്രാവശ്യം നമ്മൾ ഹാപ്പി കളിക്കാം. ഓക്കെ ഗൈസ്, ഒരു ബേസിക് റൂൾ ഓൾസോ ഉണ്ട്. അതായത് റിക്കവർ നമ്മൾ ജയിക്കണം. അത്ര ഉള്ളതിൻ്റെ പരിപാടി മോനെ. ആദ്യം 1000 ഡയമണ്ട്സ് വേണം. എന്നിട്ട് ഇഫിനാരാടാ യൂസഫ് വാട്ട് ബ്രോ, ഓൻ്റെ പ്ലെയറൊന്നും കാണിച്ചില്ലല്ലോ. 97 + 90 101. അപ്പോൾ 100 എങ്ങനെ 1 ആക്കിയപ്പോൾ
ഇതാണ് നമ്മുടെ 114 യൂസ് ഓഫ് ദ ഞാനൊന്നുമില്ലേ അങ്ങനെ ആക്കി മോനെ അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട്